ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗാണ് IPL. ഒന്നിനു പുറകെ ഒന്നായി മികച്ച മത്സരങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. പല ടീമുകളും അത്തരം മത്സരങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ചില ടീമുകളും മോശം പ്രകടനം കളിക്കുന്നുണ്ട്. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ ആയാലും രാജസ്ഥാൻ ആയാലും ഈ സീസണിൽ അവരുടെ പ്രകടനത്തിൽ ഏറ്റവും നിരാശരാണ്. ചെന്നൈ IPL നിന്നും പുറത്താകുന്ന ആദ്യ ടീമായി മാറിയപ്പോൾ പ്ലേ ഓഫിലേക്ക് എത്താതെ രണ്ടാമതായി പുറത്തായത് രാജസ്ഥാനാണ്. അടുത്ത സീസണിൽ രാജസ്ഥാൻ ടീമിൽ നിരവധി വലിയ മാറ്റങ്ങൾ കാണാൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രാജസ്ഥാൻ ടീമിൽ നിന്നും 8 കളിക്കാരെ അവർ ഒഴിവാക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ആ കളിക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ഒന്നാമതുള്ളത് ഷിംറോൺ ഹെറ്റ്മയർ ആണ്. 2022 മുതൽ രാജസ്ഥാൻ ടീമിന്റെ ഭാഗമാണ് ഹെറ്റ്മയർ. ടീമിനായി നിരവധി പ്രധാന ഇന്നിംഗ്സുകളൊക്കെ താരം കളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. 11 മത്സരങ്ങളിൽ നിന്നും 20.77 ശരാശരിയിൽ ഹെറ്റ്മയർ വെറും 187 റൺസ് മാത്രമാണ് അടിച്ചുകൂട്ടിയത്. രണ്ടാമതുള്ളത് ധ്രുവ് ജൂറലാണ്. 14 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ജുറലുമായി കരാറിൽ ഏർപ്പെട്ടത്. പക്ഷേ ഈ സീസണിൽ ഇതുവരെ ധ്രുവിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. സീസണിൽ ശരിക്കും പറഞ്ഞാൽ ജുറൽ നിരാശപ്പെടുത്തുകയായിരുന്നു. 11 മത്സരത്തിൽ നിന്നും 10 ഇന്നിംഗ്സുകൾ അദ്ദേഹം കളിച്ചു. 35.57 ശരാശരിയിൽ വെറും 249 റൺസ് മാത്രമാണ് താരം നേടിയത്. പല മത്സരങ്ങളിലും നിർണായക ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. മൂന്നാമതുള്ളത് ഫസൽ ഫറൂഖിയാണ്. അഫ്ഗാനിസ്ഥാന്റെ ഫാസ്റ്റ് ബൗളറാണ് ഫസൽ ഫറൂഖി. ഈ സീസണിൽ ഫസൽ ഫറൂഖി പൂർണ്ണമായും പരാജയമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചതൊന്നും ടീമിന് നേടാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 4 മത്സരങ്ങളാണ് താരം കളിച്ചത്. ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ താരത്തിന് സാധിച്ചില്ല. എക്കോണമി റേറ്റ് ആണെങ്കിൽ 12.21 നാലാമതുള്ളത് തുഷാർ ദേശ്പാണ്ഡെയാണ്. ചെന്നൈയിൽ നിന്നും രാജസ്ഥാനിലെത്തിയ തുഷാർ ആകട്ടെ ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. തുഷാർ ദേശ്പാണ്ഡെയുടെ മോശം ബൗളിംഗ് ടീമിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. 8 മത്സരത്തിൽ നിന്നും 6 വിക്കറ്റുകൾ താരം നേടിയിട്ടുള്ളൂ. 11.25 അദ്ദേഹത്തിന്റെ എക്കോണമി റേറ്റ്. 5ാം സ്ഥാനത്തുള്ളത് അശോക് ശർമ്മയാണ്. 30 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ ടീം അശോകിനെ ടീമിലെത്തിച്ചത്. പക്ഷേ അശോകിന് കളിക്കാൻ അവർ അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ ടീമിൽ നിന്ന് മാറ്റി പുതിയൊരു താരത്തെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും രാജസ്ഥാൻ നടത്തുന്നു. 6ാമതുള്ളത് മഹേഷ് തീക്ഷണയാണ്. ശ്രീലങ്കയിൽ നിന്നുള്ള താരമാണ് മഹേഷ് തീക്ഷണ. ഈ സീസണിൽ 10 മത്സരങ്ങളിൽ നിന്നും 9.71 എന്ന എക്കോണമി റേറ്റിൽ മഹേഷ് തീക്ഷണ 10 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. 7ാമതുള്ളത് സൗത്ത് ആഫ്രിക്കൻ താരമായ ക്വാന മഫാക്കയാണ്. 1.5 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ താരത്തെ വാങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കാൻ ഒരുങ്ങുകയാണ് അവർ. 8ാം സ്ഥാനത്തുള്ളത് കുനാൽ സിംഗ് റാത്തോഡാണ്. ഈ സീസണിൽ കളിക്കാൻ ഒരു അവസരം പോലും ലഭിച്ചിട്ടില്ല താരത്തിന്. പക്ഷേ അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നിരിക്കുന്നത്. താരത്തിന് പകരം മറ്റൊരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് രാജസ്ഥാൻ ശ്രമിക്കുന്നത്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.